ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി പ്ലസ് റൂഡ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ഓൺലി ഫോർ ലേണിംഗ് പർപ്പസ് ആണ്. ലേൺ ചെയ്യുക എന്നാണ് നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് എടുക്കാം. നിഫ്റ്റി നൗ നമുക്ക് പറയാനുള്ളത് പെർഫെക്റ്റ്ലി റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റെസിസ്റ്റൻസിന്. ഓക്കെ, ഇനി നമ്മുടെ ഒരു ബിഗർ ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിന് പ്രൈസ് ഇതിൻ്റെ അബവ് ക്ലോസിങ് തരുവാണെങ്കിൽ ബുള്ളിഷ് ആവാം, റൈറ്റ്? ഇതെല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഇനി കൺഫ്യൂഷൻ സ്റ്റിൽ ഉണ്ട്. ബിഗർ ടൈം ഫ്രെയിമിൽ 1 അവറുടെ ക്യാൻഡിൽ ഹ്യൂജ് റെഡ് ക്യാൻഡിലാണ്. ഡെയിലി ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഹ്യൂജ് റെഡ് ക്യാൻഡിൽ ആൻഡ് ദെൻ ആണ് അബവ്. ദാറ്റ് മീൻസ് ബുള്ളിഷ് ആണ്, ബട്ട് യെസ് ഫ്രം അപ്സൈഡ് വീക്ക്നെസ് ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണ്, ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിലും ഫസ്റ്റ് സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിലും ഒന്ന് ഞാനൊരു കാര്യം എനിക്ക് പറയാനുള്ളതാണ്. പ്രൈസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. പ്രൈസ് 1, 2, 3 എക്സ്റ്റൻഷനിലാണ്, 3rd എക്സ്റ്റൻഷനിലാണ്, ഫുൾ എക്സ്റ്റൻഷനിൽ തന്നെ പോയി, റൈറ്റ്? ഫുൾ എക്സ്റ്റൻഷൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറഞ്ഞായിരുന്നു, പ്രൈസ് ഇവിടുന്ന് ഇങ്ങനെ 1, ഓക്കെ, 2 and 3 എക്സ്റ്റൻഷനിലാണ്. എക്സാക്ട്ലി പ്രൈസ് 261.80% ഹൈ അടിച്ചേക്കാനാണ്, റൈറ്റ്? 2x ഇത് മീൻസ് ആരും എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല. ആരും ഈവൻ ഒരു പൊടിക്ക് 0.1% ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് അങ്ങനത്തെ ന്യൂസ് ബേസ്ഡ് ആയിരുന്നു. സോ അതുകൊണ്ടാണ് 1,300 പോയിൻറ്റ്സ് അത്രയ്ക്ക് വലിയ ഹ്യൂജ് ക്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഓക്കെ, പ്രൈസ് ഇനി നെക്സ്റ്റ് എന്താണ്, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമുക്ക് നോക്കാനുള്ളത്, റൈറ്റ്? ഇനിയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ശ്രദ്ധിച്ച് എല്ലാവരും കൂടി പ്ലേ ചെയ്യുക, നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ഏരിയ, ചാനൽ പ്രൈസ് ലാസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ കാണുന്നത് 2-3 ദിവസം, ഒരു 2-3 ആഴ്ച മുന്നേയും ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ഏരിയ അങ്ങനെയാണ്. ആൻഡ് ദെൻ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പ്രൈസ് എന്തായിരുന്നു ഇവിടുന്ന് 5th ഫെയിലിയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായി. ബട്ട് പ്രൈസ് ഓപ്പണിംഗ് തരുന്നില്ല. ലാസ്റ്റ് 5th വന്നു. 5th വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് 5th ലാസ്റ്റാണ്. മേ ബി ഇവിടെ ബോട്ടം ഔട്ട് ഓർ സംതിങ് എന്തെങ്കിലും ആവാനുള്ള ചാൻസസ് ഉണ്ടാകും, റൈറ്റ്? ഇത് കണ്ടോ 161.80. 5th ആണെങ്കിലും 5th ടാർഗറ്റ് 161.80% നിയർ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ ബിലോ പോകാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല. സോ ഓവറോൾ പ്രൈസ് ഇതാണ് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് നോക്കാനുള്ളതാണ്. ഈ ഒരു ഏരിയയിൽ എൻട്രി കിട്ടിയിട്ടുണ്ടാവില്ല ആർക്കും. ബട്ട് യെസ്, ലിറ്റിൽ നമുക്ക് ചെറിയൊരു ഇത് ചെയ്യണമെങ്കിൽ FTBs ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് 5th ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. 3 പേർക്ക് കിട്ടി കാണും, ചിലപ്പോൾ കുറേ പേരൊക്കെ കണ്ടായിരുന്നു. ഞാനൊക്കെ നിഫ്റ്റി ബീസിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നിഫ്റ്റി 5th ഫോൾ വരികയാണെങ്കിൽ എന്തായാലും പ്രൈസ് എന്ത് ചെയ്യും, ലാസ്റ്റിലേക്കായിരിക്കും. 5th ഫോൾ അങ്ങനെയാണല്ലോ. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. 5th ഫോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ബിഗർ ടൈം ഫ്രെയിമിൽ ദാറ്റ് മീൻസ് ശ്രദ്ധിക്കുക. പ്രൈസ് ചെറിയ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നത്. 5th 4 ആണ് ഇന്നലെ ഞാനിത് പറഞ്ഞായിരുന്നു, റൈറ്റ്? സോ 5th 4 ആൻഡ് ദെൻ പ്രൈസ് തിരിച്ച് കയറുന്നുണ്ട്. ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് ചെയ്യുക, ചെറിയ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക ആൻഡ് ബൗൺസ് പ്ലേ ചെയ്യാം. ബൗൺസ് എന്ന് പറയാം ഓവറോൾ സ്ട്രക്ചറിൻ്റെ ബൗൺസ് അല്ലേ വരുള്ളൂ. പിന്നെ 1, 2, 3, 4, 5 കഴിഞ്ഞിട്ട് പിന്നെ ഓവറോൾ സ്ട്രക്ചറിൻ്റെ ബൗൺസ് എത്ര വരും? 61.80, പിന്നെ 81.23%. ദാറ്റ് മീൻസ് ഹ്യൂജ്. ഇത് വന്നേക്കാൻ നേരെ 100 പോയിൻറ്റ്സ് ആണ്. 100%, നേരെ 100% ബൗൺസാണ് ഇത് വന്നേക്കാനെ. ഓക്കെ, സോ ബുക്ക് ചെയ്തു. 3 പേരൊക്കെ ബുക്ക് ചെയ്തു, നമ്മൾ ബുക്ക് ചെയ്തു. നെക്സ്റ്റ് എന്താണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താണ് ഞാൻ ബുക്ക് ചെയ്ത് ഞാൻ ഇനി പറയാനുള്ളത് എന്താ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. പ്രൈസ് ഇവിടുന്ന് പ്രൈസ് നമ്മുടെ ഈ ഒരു ലെവലുണ്ടായി 25,500 അബവ് പ്രൈസ് ക്ലോസിങ് തന്നു. ബട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഒരു ക്ലോസിങ് ആണ് അത്. ഓക്കെ, ഒരു ഡിഫറെൻ്റ് ഒരു ക്ലോസിങ് ആണ്, റൈറ്റ്? മീൻസ് ഹെൽത്തി ക്ലോസിങ് പറയോ ഇല്ല എന്ന് എനിക്കറിയില്ല. 2 days ഈ ഒരു 2 days മൊത്തം സ്ട്രക്ചർ കൊളാക്കിയിട്ടുണ്ട്. ഒന്ന് ബഡ്ജറ്റിൻ്റെ, ഒന്ന് ഇന്നത്തെ. ബഡ്ജറ്റ് എന്തായിരുന്നു? ഇവൻ്റ് ആയിരുന്നു. ഇന്നത്തെ എന്തായിരുന്നു? ഇവൻ്റ് ഡേ തന്നെ പറയാം. കാരണം വെച്ചാൽ അത് അങ്ങനത്തെ ന്യൂസ് 1000 പോയിൻ്റ് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ മാർക്കറ്റ് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. ഓവറോൾ ബുള്ളിഷ് ആയോ ബിയറിഷ് ആയോ ഒന്നും പറയാനില്ല. ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് വരാനാണെങ്കിൽ പ്രൈസ് ഇതിൻ്റെ അബവ് റെഗുലർ സസ്റ്റെയിൻ ചെയ്യണം. 25,480, 500 ഇതിന് അബവ് റെഗുലർ ക്ലോസിങ് തരണം. ദെൻ 2-3 ക്ലോസിങ് ഇനി കിട്ടിയാലേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദാറ്റ് മീൻസ് പ്രൈസ് നെക്സ്റ്റ് ഇവിടുന്ന് വീണ്ടും റെഡിയാണ് ഫോർ ന്യൂ ATH ഓർ ഫർദർ അപ്സൈഡിലേക്ക്. ഫർദർ അപ്സൈഡ് എന്തൊക്കെ ആയിരിക്കും? ഫർദർ അപ്സൈഡ് എങ്ങനെ ആയിരിക്കും? ഇന്ന് 5th ആണെങ്കിൽ 127%, ഓക്കെ, 161.80%. അതാണ് അതിൻ്റെ റേഷ്യോസ്. ബട്ട് ഇനി ആണ് ഒരു
നമുക്ക് നോക്കാനുള്ള ഒരു സംഭവമാണ്. പ്രൈസ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഫസ്റ്റ് ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് കേൾക്കാൻ. 1 2 3 4 and then 5. ഓക്കെ, 5 മൂവ്സ് വന്നു. ABC, A, B and C. സിയുടെ ഫോൾ വന്നു, 5 മൂവ്സ് വന്നു. ആൻഡ് 5 മൂവ്സ് വന്നിട്ട് പ്രൈസ് എപ്പോഴും റിവേഴ്സ് തരേണ്ടത് ABC സ്ട്രക്ചറിലാണ്. ഓക്കെ, സോ ഇവിടുന്ന് ABC സ്ട്രക്ചറിൽ പ്രൈസ് മൂവ് ചെയ്യും. ഓക്കെ, ആൻഡ് C സ്ട്രക്ചറിൽ പ്രൈസ് മൂവ് ചെയ്തു. ആൻഡ് നമുക്കിനി പറയാനുള്ളത് എന്താണ്, ഇൻ കേസ് 2 സിനാരിയോ ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻ കേസ് പ്രൈസിൻ്റെ ഇത് ജെന്വൻ ബൈ ആണെങ്കിൽ ആൻഡ് ഇത് തേർഡ് വേവ് ജെന്വൻ ആണെങ്കിൽ റൂൾ എന്താ പറയണേ, എപ്പോഴും തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് ജെന്വൻ ആണെങ്കിൽ ഫിൽ ചെയ്യാനേ പാടില്ല. ഓക്കെ, ഇത് 1, ഇത് 2, ഇത് 3 ആൻഡ് 4th വരുന്നുണ്ട്. ഓക്കെ, 4th ആൻഡ് ദെൻ പ്രൈസ് ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പാടില്ല. ഗ്യാപ്പ് ഫിൽ ചെയ്യാതെ പ്രൈസ് തിരിച്ച് മുകളിലേക്ക് കയറണം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് ഒരു മേജർ പോയിന്റ് വരുന്നത്. ഓക്കെ, ആൻഡ് പ്രൈസ് ഓവറോൾ ഫുള്ളി സ്ട്രക്ചറിന് മാക്സിമം 50% വരുന്നുണ്ട്. അത് തന്നെ വരുന്നത് മാക്സിമം 50% ആണ്. 50% പോയാൽ കളി മാറും. ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. 50% ആണ് മാക്സിമം. അപ്പോൾ 50% ഈ ഒരു ലെഗിൻ്റെ 2 കൂടി അവിടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. 50% അവിടെ വരും. നമ്മുടെ ആ ക്ലോസിങ് ബേസ്ഡ് ഞാനിപ്പോൾ സംസാരിച്ച അതും അവിടെ തന്നെ. ഇത് ഇന്ന് സംസാരിച്ചതല്ലല്ലോ. 25,460 400 500 ഇതും ലാസ്റ്റ് 1 വീക്കായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ എല്ലാം കളി ഇപ്പോൾ ഇതിനകത്താണ്. 50% ഹോൾഡ് ചെയ്യണം. ഇൻ കേസ് 50% ബ്രേക്ക് ചെയ്ത പ്രൈസ് ഇതിൻ്റെ ബിലോ പ്രൈസ് പോകാൻ തുടങ്ങിയ നാളെ മുതൽ ഓക്കെ നോക്കാനുള്ളതാണ്. ഇൻട്രാഡേ നമുക്ക് പിന്നെ സംസാരിക്കാം. ബിഗർ ടൈം ഫ്രെയിം സംസാരിച്ചു. ആ ഒരു സിനാരിയോയിൽ ഇത് AI ശ്രദ്ധിക്കുക. ഞാൻ ഉള്ളത് പറയാം കേട്ടോ. എനിക്ക് അതേ തന്നെ പറയാം. പ്ലീസ് ലേണിംഗ് പർപ്പസിന് ശ്രദ്ധിക്കുക. ഇത് ലേണിംഗ് പർപ്പസിന് മാത്രമേ ഉള്ളൂ. ഇത് AI, ഇത് BI ആൻഡ് സിയുടെ ഫോൾ 5 മൂവ്സ് താഴേക്ക്. ഓക്കെ, മേ ബി ഈ ലോ പിന്നെ സേഫ് അല്ല. ആൻഡ് ദെൻ പിന്നെ മാർക്കറ്റ് റിവേഴ്സ്. ബട്ട് ഇത് 5 മൂവ്സിൽ വരണം. എല്ലാം ഇതിൽ ഡിപ്പെൻഡാണ്. ഏത് നമ്മുടെ ഈ ഒരു ഏരിയ 25,460 ഇതിൻ്റെ ദാറ്റ് മീൻസ് 50% മാക്സിമം 61.80% കൂട്ടിക്കും. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ബിഗർ ടൈം ഫ്രെയിമിലാണ് ഇത് കേട്ടോ. മാക്സിമം തേർഡ് എക്സ്റ്റൻഷനിലാണ്. തേർഡ് എക്സ്റ്റൻഷൻ ആകുമ്പോൾ ശരിക്കും 61.80% ടച്ച് ചെയ്യാൻ പാടില്ല. ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമം 61 അത് വരുന്നത് 250 വരെയാണ്. 250 വരെ മാക്സിമം ആണ്. ഓക്കെ, സോ ഈ റേഷ്യോ നമുക്ക് വീണ്ടും കിട്ടും. കാരണം ഈ റേഷ്യോസ് നമുക്ക് വീണ്ടും കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. സ്മോൾ ടൈം ഫ്രെയിം ഞാൻ പറയാം. സോ ഈ റേഷ്യോസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ച് റിവേഴ്സൽ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ. 50% ആണ് ഞാൻ മാക്സിമം എക്സ്പെക്ട് ചെയ്യേണ്ടത്. 50% ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ പിന്നെ ഇത് AI, അത് BI ആൻഡ് 5 മൂവ്സ് താഴേക്ക്. ഞാൻ നമ്മുടെ ഇത് ABC സ്ട്രക്ചർ ഒത്തിരി പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബി ഫാസ്റ്റ് ആണെങ്കിൽ C 5 മൂവ്സ് അതനുസരിച്ചുണ്ടാവുള്ളൂ. റൈറ്റ്, ആ വീഡിയോസ് ആണ്, കറക്ഷൻസിൻ്റെ വീഡിയോസ് ആണ്. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറക്ഷൻസിൻ്റെ വീഡിയോ കാണുന്നു. ഇതിനകത്ത് B ഫാസ്റ്റാണ്. B ആയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്. നോക്കാം, ഇനി നാളെ കൺഫർമേഷൻ വേണം. കാരണം വെച്ചാൽ 2 ഡേയ്സ് ഇത് 2 ഡേയ്സിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടുണ്ട് കാൽക്കുലേഷൻ മൊത്തത്തിൽ. സോ അതുകൊണ്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇനി സ്മോൾ ടൈം ഫ്രെയിം വീഡിയോ. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ കറക്ഷൻ എത്ര പോയിൻറ്റ്സ് ആണ്? ഈ ഒരു കറക്ഷൻ റൈറ്റ്. സ്മോൾ ടൈം ഫ്രെയിമിൽ ഈ കറക്ഷൻ വരുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ 480 പോയിൻറ്റ്സ് റൈറ്റ്. 500 പോയിൻറ്റ്സ് കൂട്ടിക്കും, 480 സംതിങ്. ഓക്കെ, ഇനി ഇന്നത്തെ കറക്ഷൻസ് നോക്കുകയാണെങ്കിൽ 700 പോയിൻറ്റ്സ് ആണ്. സോ ഈക്വൽ എന്തായാലും ഇല്ല, 1000 ഡബിൾ വരും അതന്നെ. സോ ഇത് ഈ ഫോൾ നോക്കിയിട്ട് കാര്യമില്ല. പ്രൈസ് എന്തായാലും ഫോൾ ഇതിനേക്കാളും കൂടുതലായിട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, നാളത്തെ ഇതിൽ ഫസ്റ്റ് ഇന്നത്തെ ഈ ലോ 38.0% അവിടെ ആണല്ലോ ഇപ്പോൾ നമ്മൾ നോക്കിയല്ലോ. ഫുൾ ഓവറോൾ 38.20%. ഓക്കെ, സോ ABC ആയി താഴെ പ്രൈസ് വരും. താഴേക്ക് വന്നിട്ട് ഇവിടെ വന്ന് റിവേഴ്സ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് വീക്ക്നെസ് കാണിക്കുന്നുണ്ടോ ആണ് നമുക്ക് നോക്കാനുള്ളത് ഇനി. ഓക്കെ, സോ എല്ലാം ഈ ഏരിയയിൽ ഡിപ്പെൻഡാണ്. ഈ ഏരിയയിൽ
ഓക്കെ, ഇത് ഇവിടുന്ന് റിവേഴ്സൽ കിട്ടിയില്ലെങ്കിൽ നേരത്തെ അടിച്ചല്ലോ, ഇത് സേഫ് അല്ല. പിന്നെ പ്രൈസ് 5 മൂവ്സിൽ 1 2 3. സോ ആ ഒരു സെനേറിയോയിൽ ഇപ്പോൾ എന്താ പോയെങ്ങനെ പ്രൈസ് മുകളിൽ നിന്ന് വരുന്ന ഫോളാണ് ഞാൻ പറയണത്. ഓക്കെ, ആ ദിവസത്തിൽ ഇത് 1 2 ബൗൺസ് ഇത്രയായി. ഫുർദർ 3 പോകും. 3 ഇവിടെ നിൽക്കുന്ന 3, പിന്നെ 4, പിന്നെ 5, അങ്ങനെ താഴേക്ക് പിന്നെ പ്രൈസ് വരും. നാളത്തെ പിന്നെ 3 നോക്കാം. ഓക്കെ, പിന്നെ അതാണ് നാളെ പിന്നെ എങ്ങനെയാണ് അതനുസരിച്ച് ശ്രദ്ധിക്കുക. ഓവറോൾ സ്ട്രക്ചർ മനസ്സിലാക്കിയെടുക്കാൻ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഞാൻ. ദറ്റ് മീൻസ് നാളത്തെ ക്ലോസിങ് കൂടി നാളെ ബാക്ക് ടു ബാക്ക് 2 days ക്ലോസിങ് ഇതിൻ്റെ അബൌട്ട് തന്നെ വേണം നമുക്ക് 460 അബൌട്ട്. ഇതിൻ്റെ ബിഗർ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ക്ലോസിങ്. ഓക്കെ, അതുകൊണ്ട് പിന്നെ ഇത് ഹോൾഡും ചെയ്യണം. ഓവറോൾ 50% തന്നെ ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ പിന്നെ 15 minutes ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് തന്നെ പറയാനുള്ളതാണ്. സോ ദാറ്റ് മീൻസ് ഇതെല്ലാം പോയ പോക്ക് അതേ AI, ഇത് BI ആൻഡ് C താഴേക്ക് നമുക്ക് വീണ്ടും കിട്ടും. ആ സമയത്ത് ലോ സേഫ് അല്ല. പിന്നെ വരുന്ന സിയുടെ ഫോൾ 1 2 3 4 5 അങ്ങനെ ആണെങ്കിൽ 5 ഇവിടെ വരിക, ഇവിടുന്ന് ബോട്ടം ഔട്ട് ചെയ്യണമെങ്കിൽ പിന്നെ വെരി ഗുഡ്. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് ബാങ്ക് നിഫ്റ്റി കിടക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ആൻഡ് സ്ട്രക്ചർ ക്ലിയർ പറഞ്ഞിട്ടുണ്ട്. ഓൺലി ഫോർ ലേണിംഗ് പർപ്പസ് ആണ് പറഞ്ഞേക്കണേ. ആക്ഷൻ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നിങ്ങൾ റിസ്ക് തന്നെ എടുക്കണം. ആക്ഷൻസ് കാരണം വെച്ചാൽ ഒത്തിരി ഇപ്പോൾ മാർക്കറ്റ് വോളട്ടൈലാണ് ലാസ്റ്റ് 2 days ആയിട്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി വെരി ഗുഡ്, അടിപൊളിയായിരുന്നു. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ കണ്ട ഈ ഒരു ചാനലിൻ്റെ ബോട്ടമാണ് ഇത്. ലാസ്റ്റ് വീഡിയോയിൽ ബോട്ടമാണ് ഇവിടെ. ഇതാണ് ബോട്ടം. അന്ന് ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് ഇവിടെ ബോട്ടമിലേക്ക് വരുന്നു, പ്രൈസ് ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നു. സോ എനിവേ ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. എല്ലാം ശ്രദ്ധിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കി എടുക്കുക. അതേ തന്നെ എനിക്ക് പറയാനുള്ളത്, മനസ്സിലാക്കി എടുക്കുക. സ്ട്രക്ചർ എന്താ പറയുന്നത്, എന്താണ് അവിടെ റിസ്ക് റിവാർഡ് റേഷ്യോസ് എന്താണ് ഒക്കെ. ഓക്കെ, യെസ്, ഇത് 50% പെർഫെക്റ്റ്ലി ഇവിടെ വന്ന് നിൽക്കുന്നത്. 50% ഇതിൻ്റെ പോയാൽ 61.80% എന്ന് അതുകൂടി പോയാൽ പിന്നെ വെരി ഗുഡ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളത് ഈ ലെവൽ ഹോൾഡ് ചെയ്തെങ്കിൽ പിന്നെ ആ ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ഗ്യാപ്പ് ഫില്ലിംഗ് തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് ഫില്ലിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പഴയ വീഡിയോസ് ആണെന്ന് ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്യാപ്പ് ഫില്ലിംഗ് തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് ഫില്ലിംഗ് ചെയ്യാൻ പാടില്ല. ഗ്യാപ്പ് ഫില്ലിംഗ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അത് തേർഡ് അല്ല, BO ആണ്. എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ അത് സ്ട്രോങ് ബൈയിങ് അല്ല. അത്രേ ഉള്ളൂ. ഓക്കെ, സെൻസെക്സ് പെർഫെക്റ്റ്ലി ഇതിൻ്റെ ഹൈ ഈ റെസിസ്റ്റൻസ് ആണ് എടുത്തേക്കുന്നത്. സോ എല്ലാ സ്ട്രക്ചേഴ്സിൽ ഇത് തന്നെയാണ്. കൂടുതൽ എനിക്ക് ഒന്നും എക്സ്പ്ലനേഷൻ ഇപ്പോൾ ഒന്നും തരാനില്ല. ഓൾ ഇൻഡെക്സസിൻ്റെ 38% ആൻഡ് 50 എല്ലാവരുടെ 50% അവിടെ തന്നെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സിൻ്റെ 38.20% അവിടെ തന്നെ വരുന്നുണ്ട്. നാളെ നോക്കാം, നാളത്തെ ഡേ എങ്ങനെയാണ്. ഓക്കെ, അതേ നോക്കിയിട്ട് നമുക്ക് പിന്നെ ഫുർദർ റിവ്യൂ വെക്കാൻ പറ്റുള്ളൂ ഫോർ അപ്പ് സൈഡ്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് നോക്കാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇതാ ഇരിക്കുന്നു. ഇത് ഡിലീറ്റ് പോലെ ചെയ്തിട്ടില്ല ഞാൻ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് 261.80% പെർഫെക്റ്റായി. ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട് സംഭവം. സോ ഇത് ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട് പെർഫെക്റ്റ്. ഇനി തേർഡ് ആണെങ്കിൽ പെർഫെക്റ്റ് 261.80% അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് ഉണ്ട്. പ്രൈസ് അതിൻ്റെ അകത്തുകൂടി വന്നു ചാനൽ. ലാസ്റ്റ് വീഡിയോ കാണുന്ന മസ്റ്റായിട്ട് അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. ലാസ്റ്റ് വീഡിയോ ഞാൻ ഇതിനെ പറ്റി അല്ല പറയണത്. മീൻസ് ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കാണുന്ന ഞാൻ പറഞ്ഞത് പക്കാണ്, പെർഫെക്റ്റ് ആണ്, അതല്ല ഞാൻ പറഞ്ഞത്. ചാർട്ട് എന്താണ് നമുക്ക് ചാർട്ട് എന്താണ് കാണിക്കുന്നത് അതനുസരിച്ച് നമുക്ക് എൻട്രി എടുക്കാവുള്ളൂ. റൈറ്റ്, ഇന്നലെ ഞാനത് പറയുകയും ചെയ്തു. തേർഡ് വേവ് എക്സ്റ്റൻഷനിലാണ് കാണുന്നത്. പിന്നെ ഫിഫ്ത്ത് ബോട്ടം ഔട്ട് ആവാനുള്ള ഒരു ചാൻസസ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫിഫ്ത്താണ്. സോ ഫിഫ്ത്ത് ആകുമ്പോഴത്തേക്ക് പ്രൈസ് എവിടെയെങ്കിലും ബോട്ടം ഔട്ട് ചെയ്യും. സോ അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ലോലി നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഒറ്റയടിക്ക് എടുക്കാൻ പറ്റത്തില്ല, അത് വേറൊരു കാര്യമാണ്. സോ ഇതിൻ്റെ തേർഡ് ആൻഡ് ഫിഫ്ത്ത് മാക്സിമം ഞാൻ ഇത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം 50% വരാവുള്ളൂ. കാരണം വെച്ചാൽ 50% തേർഡ് വേവ് എക്സ്റ്റൻഷനിലാണെങ്കിൽ 50% ശരിക്കും ടച്ച് പോലെ ചെയ്യാറില്ല.
ടച്ച് ചെയ്യുകയാണെങ്കിൽ സംതിങ് എവിടെ ഒരു വീക്ക്നെസ് ആണ്. ഓക്കെ, ഗ്യാപ്പ് ഫിൽ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലമാണ്. സ്ട്രെങ്ത് മിഡ് ക്യാപ്പിനാണ് കുറച്ചുകൂടി സ്ട്രെങ്ത് എനിക്ക് കാണുന്നത്. കാരണം മിഡ് ക്യാപ്പ് വീണ്ടും ഈ ചാനലിൻ്റെ അകത്ത് വന്നു. ഓക്കെ, ഇതിൻ്റെ ഈ ഫോൾ ഒന്നും ഈക്വൽ ആണോ എന്ന് നോക്കുക. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞ് നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ അനാലിസിസ് ഉണ്ട്. ഞാൻ മറന്നുപോയി, സോറി. ക്രൂഡ് ഓയിൽ, വെരി ഗുഡ്. ക്രൂഡ് ഓയിൽ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഷെയർ ചെയ്തായിരുന്നു. ലാസ്റ്റ് മസ്റ്റായിട്ട് 1, 2, 3, 4 and 5. ഓക്കെ, പക്ക ഇത്ര ബൗൺസ് വരെ എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ബൗൺസ് ഒന്നും കിട്ടാതെ പ്രൈസ് താഴേക്ക് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഇത് സീഡ 5 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് 1, ഇത് 2, ഇത് 3 ഫുൾ, 4th ആയി ആൻഡ് ദെൻ 5th ആയി. സീഡ 5 ഐ തിങ്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സൽ സൈൻ തരുവാണെങ്കിൽ, ഓക്കെ, റിവേഴ്സൽ സൈൻ തരുവാണെങ്കിൽ നമുക്ക് ഇത് ഈസി പ്ലേ ചെയ്യാം നോക്കിയിട്ട്. ഓക്കെ, 5th ഓക്കെ, സീഡ് 5th. സോ ഇവിടെ എവിടെയെങ്കിലും അത് 161.0 ബിലോ പോയി പ്രൈസ്. ഓക്കെ, സോ ഇവിടെ റിവേഴ്സൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഫർദർ അപ്സൈഡ് പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ 261 മാക്സ് ആണ് നമ്മുടെ. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും നോക്കണം പ്രൈസ് റിവേഴ്സൽ തന്നെ. റിവേഴ്സൽ എന്താണ്, സ്മോൾ ടൈം 5 മിനിറ്റ്സ് വരിക, 1, 2, 3, 4, 5 ഇമ്പൾസീവ് മൂവിൽ പോകുന്നുണ്ടോ ഇല്ലാണെന്ന് നോക്കണം. അത് അറിയില്ലെങ്കിൽ മസ്റ്റായിട്ട് പഴയ വീഡിയോസ് കാണണം. എന്താണ് ഇമ്പൾസീവ് മൂവ്, എങ്ങനെയാണ് പ്രൈസ് റിവേഴ്സ് ചെയ്യാറുണ്ട്, മസ്റ്റായിട്ട് പഠിക്കുക. എല്ലാവരും പഠിക്കുക. റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും അപ്കമിങ് ടൈമിൽ. ഈസി അല്ല, ബട്ട് യെസ് റിസൾട്ട് കിട്ടും. ചാർട്ട് റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സീ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് സോ മച്ച്.